നിങ്ങൾക്കൂടെ നടക്കും. നിങ്ങളൊരു അത്ഭുതമാകും, നിങ്ങൾക്കൂടെ അത്ഭുതം നടക്കും. വാ തുറന്നൊരു 3 പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു അത്ഭുതമാകും, എന്നിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിനായി. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. കളക്റ്റീവായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തിന്റെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് ദൈവസഭയെ യേശു ശിഷ്യന്മാരെടുത്ത് മാർക്കോസ് 6-ന്റെ അകത്താണെന്ന് തോന്നുന്നു 37-ാം വാക്യത്തിൽ 5000 പേര് വന്ന പുരുഷന്മാര് തന്നെ 5000 പേരുണ്ട്. ജനക്കൂട്ടം 3 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഇതിലും കഴിക്കാൻ കൊടുക്കാൻ. അതായത് നിങ്ങളൊരു അത്ഭുതം ചെയ്യാനാ പറഞ്ഞത്. നിങ്ങളുടെ അകത്ത് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ അവരെ ഫീഡ് ചെയ്യാൻ, അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന് കേപ്പബിലിറ്റി ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് പിശാചാണ്. നിങ്ങളുടെ ബലഹീനതയെ കാണിച്ച്, നിങ്ങളുടെ കുറവുകളെ കാണിച്ച്, നിങ്ങളുടെ മനസ്സിനെ മടിപ്പിച്ച്, നിങ്ങളുടെ കോൺഫിഡൻസിനെ എടുത്ത് കളയുന്നത് പിശാചാണ്. എന്നാൽ ഇന്നു പകൽ അവന്റെ പ്രവൃത്തികളെ അഴിച്ച യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകുക. നമ്മളൊക്കെ അയോഗ്യരാന്ന് തോന്നിയാൽ പിന്നെ ഒന്നും ചെയ്യാലല്ലോ. പാസ്റ്റർ എല്ലാം ചെയ്താൽ മതി. അത് പിശാചിന്റെ നമ്പർ 1 ട്രിക്കാ. ഹെബ്രായർ 4-16 വാക്യം. Approach the throne of grace to receive grace, കൃപയും കരുണയും ലഭിക്കേണ്ടതിന് കൃപയുടെ സിംഹാസനത്തിന്റെ മുൻപാകെ. യെസ്, ശ്രദ്ധിച്ചോ? കൃപയും കരുണയും ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് വരാൻ. പാപം ചെയ്ത് കഴിയുമ്പോൾ കരുണ വേണ്ടത്. കർത്താവേ, നീ പാപം ചെയ്തെന്നും പറഞ്ഞ് നിന്നെ പിശാച് കുറ്റം വിധിക്കാൻ സമ്മതിക്കരുത്. കരുണ ഇതാ, കരുണ ഞാൻ തരാൻ റെഡിയാ. പാപം ചെയ്യാതിരിക്കാനാണ് കൃപ വേണ്ടത്. നീ വീണ് കാണും, ഇനി വീഴാതെ നടക്കാൻ കൃപ വേണമെങ്കിലും. Glory to God. Hallelujah. ഞാൻ പാപിയ, ഞാൻ അയോഗ്യന, എന്നിൽ കൂടെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഞാൻ വളരെ സ്പിരിച്വൽ അല്ല എന്നൊക്കെ നിന്റെ മനസ്സിൽ വെച്ച് പറഞ്ഞു തരുന്നത് ദൈവാത്മാവല്ല, പിശാചാണ്. എന്നാൽ ദൈവാത്മാവ് പറയുന്നതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾക്കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. Glory to God. Hallelujah. Praise be to the name of Jesus. Hallelujah. Amen. അടുത്തേക്ക് പറഞ്ഞ കൃപയുണ്ട്, കരുണയുണ്ട്. Praise the Lord. വീഴ്ച വന്നോ, ഭാരപ്പെട്ട് അയ്യോ എന്ന് പറഞ്ഞിരിക്കണ്ട. എക്സ്ക്യൂസ് ഇല്ലെന്ന് പറ. ദൈവത്തിന് അത്ര ഇഷ്ടമാണെന്ന് പറ. പിതാവ് ആരെയും മാറ്റി നിർത്തുന്നില്ല, യേശു ആരെയും മാറ്റി നിർത്തുന്നില്ല. Glory to God. നിന്റെ രൂപം, നിന്റെ നേച്ചർ, നിന്റെ സ്വഭാവം എല്ലാം ദൈവത്തിന് അറിയാം. നിന്നോട് ദൈവത്തിന് വളരെ സ്നേഹമാണ്. പിതാവിന് നിന്റെ അകത്തോട്ട് വലിയ സ്നേഹമാണ്. കൈ തുറന്നു പിടിച്ച് നിന്നെ കാത്തിരിക്കുകയാണ്. നീ ദൈവസന്നിധിയിലേക്ക് വന്ന നിന്നെ ഒരു അത്ഭുതമാക്കും. അത്ഭുതങ്ങൾ നിങ്ങൾ കൂടെ ചെയ്ത് ദൈവത്തിന് മഹത്വം വരുന്ന വിധത്തിൽ. Glory to God. Rakalasia. സകല പിന്മാറ്റത്തിന്റെ ശക്തി ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകും. Glory to God. Glory to God. Glory to God. Praise the Lord. Hallelujah. Praise the Lord. മോളുടെ ലൈഫിൽ ദൈവം ഒരു വലിയ ബ്രേക്ക് ത്രൂ അയക്കുന്നുണ്ട്.
big breakthrough is coming your way. Glory to God. Praise the Lord. Hallelujah. ഇപ്പൊ നമ്മള് വിശുദ്ധി കുറവാണ്, സ്പിരിച്വൽ അല്ല എന്നൊക്കെയുള്ള തോന്നലിടിപ്പിക്കുന്ന പിശാച. പണ്ട് ഏതൊരു പാസ്റ്റർ പറഞ്ഞു, ഇന്ന് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഡ്രസ്സ് കൂടുതലും നിലത്താന്ന് പറഞ്ഞു. ശരീരത്തിലല്ലാതെ നിലത്താ കൂടുതലും കിടക്കുന്ന പറഞ്ഞു. മാറിൽ ഡ്രസ്സില്ല കൊണ്ട് മാവലസ് എന്ന് പറഞ്ഞു. കഴുത്തേലില്ല അതുകൊണ്ട് നെക്ലെസ്, കയ്യിലില്ല അതുകൊണ്ട് സ്ലീവ്ലെസ്, വയറിലും ഇല്ല അതുകൊണ്ട് വയർലെസ്. കൂടുതലും നിലത്ത കിടക്കുന്നത്. ഏറ്റവും വില കൂടിയ ഡ്രസ്സൊക്കെ നിലത്താവോ കിടക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെയൊക്കെ കേട്ടിട്ട് നമ്മൾ ഓർക്കും ഒരിക്കലും ഒരു യോഗ്യത വരികയല്ലോ എന്ന് ഓർക്കും. ദൈവം നിന്റെ ബാഹ്യമല്ല നോക്കുക, നിന്റെ ഹൃദയമാണ് നോക്കുക. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് അവൻ സമീപസ്ഥൻ അല്ലേ? He is close to the broken hearted. Glory to God. Hallelujah. Blessed be the name of Jesus Christ. Hallelujah. Amen. വാളെടുത്ത് ചെവി വെട്ടിയ പത്രോസിനെ അപ്പോസ്തലനാക്കിയത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അയ്യോ ഇനി ഒരു സഭയ്ക്കകത്ത് ഫുൾ ഇടിയായിരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ സ്ഥലത്തല്ല, വേറെ എവിടെയോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ, ഞാൻ പറഞ്ഞത് 5-fold മിനിസ്ട്രിയാന്ന് പറഞ്ഞു. 5-fold അപ്പോസ്തലനും പ്രവാചകനും ടീച്ചറും എല്ലാം കൂടെ 5-fold ഇടി എന്ന് പറഞ്ഞു. തമാശ പറഞ്ഞു. നിന്റെ ബലഹീനതയെ കണ്ട് പുറന്തള്ളുന്ന ദൈവം. നമ്മളാരും പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്തുവാ. Glory to God. Hallelujah. നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവത്തിന് മാറ്റാൻ സാധിക്കും. കഴിഞ്ഞ നാളിൽ Glory to God, നിനക്ക് ജയിക്കാൻ മേലാതെ ഇരുന്ന ബലഹീനതകളെ ജയിക്കുന്ന വിധത്തിൽ Praise the Lord. എങ്ങനെ അത്ഭുതമാകും? നമ്മുടെ ലൈഫിൽ പലതും സംഭവിക്കുമ്പോൾ അത്ഭുതമാകുന്ന എത്ര പേർക്ക് ഉറപ്പാകത്ത് തോന്നുന്നുണ്ട്? 5-6 പേരൊക്കെയുള്ളൂ. അല്ലാത്തവര് എന്തോ ആണാവോ. എന്നുവെച്ചെന്നറിയാമോ, നിന്റെ ലൈഫിൽ നീ പോകുന്ന അവസ്ഥകൾ നിനക്ക് ചിന്തിച്ചിട്ടും അതിനൊരു മറുപടി കിട്ടുന്നില്ല. ജോയൽ ഓസ്റ്റിനാ പറഞ്ഞത്. ജോയൽ ഓസ്റ്റിൻ്റെ ബൈബിളിനോട് ചേർന്ന് നോട്ട്സ് ഒക്കെ എഴുതിയൊരു പുസ്തകമുണ്ട്, വേറൊരു പുസ്തകമുണ്ട്, ഒരു ഫയലാണ്. അതിൻ്റെ മുകളിൽ വിളിക്കാൻ എഴുതിയാക്കുന്ന ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഫൈൽ. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാൻ്റെ ലൈഫിൽ സംഭവിക്കുക. ഇതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. പൗലോസിനെ പോലൊരു അപ്പോസ്തലൻ എന്തുകൊണ്ട് പാമ്പ് കൈ കയറി പിടിച്ചു? എന്തുകൊണ്ട് കപ്പൽ? അവന് ഉത്തരവില്ല. എന്നാൽ അവന്റെ വിശ്വാസം ദൈവത്തിൽ തന്നെയാ. അവന്റെ ഫെയ്ത്തിന് ഒരു Glory to God. ഉത്തരം കിട്ടാത്ത പലതും നിന്റെ ലൈഫിൽ കാണും. അതൊരു ഫയലിൽ എഴുതി അങ്ങ് തള്ളി മാറ്റി വെച്ചാക്കുക. എന്നിട്ട് വേദപുസ്തകത്തിന്റെ അകത്ത് തന്നെ നീ പ്രാർത്ഥിച്ചിട്ടു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ജലത്തിന്റെ മേൽ നിനക്ക് ജയിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് നിന്റെ ബ്രേക്ക് ത്രൂ നീ ആഗ്രഹിച്ച സമയത്ത് കിട്ടിയില്ല? You don't understand. You can't understand everything on this side. But there is a day when you shall clearly know, when you are in the presence of God. Glory to God. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Glory to God. ദൈവം നമ്മളെ മാറ്റിയെടുക്കും. നമ്മളൊരു അത്ഭുതമാക്കി മാറ്റും.
Praise the Lord. 5 ഭർത്താക്കന്മാരുള്ള സ്ത്രീയെ ഏറ്റവും വലിയ സുവിശേഷകയാക്കി മാറ്റിയ കർത്താവിന്റെ കൃപ അത്ഭുതമല്ലേ? ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ അത്ഭുതമല്ലേ? എവിടെയോ ദൈവത്തിന്റെ എന്തോ ഒരു കൃപ നിങ്ങളെ എവിടെയൊക്കെയോ ടച്ച് ചെയ്തത് കൊണ്ടും കർത്താവിനോടുള്ള സ്നേഹവും താല്പര്യവും ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇതിന്റെ അകത്ത് വന്നൊരു ഞായറാഴ്ച ഉച്ച സമയത്ത് കുത്തിയിരിക്കുന്നത്. That means God cares for you. You know it deep within. അടുത്തേക്ക് നാളത്തോടെ നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും. സംശയമില്ലെന്ന് പറ. സംശയമില്ലെന്ന് പറ. എന്നെ ദൈവം മാറ്റുമെന്ന് പറ. Glory to God. Hallelujah. Amen. പണ്ടൊരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി. അത് പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ 20 ലക്ഷം കോപ്പി സെല്ലായി. 20 ലക്ഷം ആദ്യത്തെ ദിവസം തന്നെ. പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇതായിരുന്നു, ഹൗ ടു ചേഞ്ച് യുവർ വൈഫ്. ആദ്യത്തെ ദിവസം തന്നെ 20 ലക്ഷം. രണ്ടാം ദിവസമാണ് ആരോ ചൂണ്ടിക്കാണിച്ചപ്പോൾ പുള്ളിക്കാരെ മനസ്സിലായത് ടൈറ്റിൽ ഒരു തെറ്റ് പറ്റിയതാ. അപ്പൊ പബ്ലിഷറിനെ വിളിച്ച് പറഞ്ഞ ടൈറ്റിൽ മാറ്റി. ടൈറ്റിൽ ഇതായിരുന്നു, ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ്. പക്ഷെ പബ്ലിഷ് ചെയ്തപ്പോ ഹൗ ടു ചേഞ്ച് യുവർ വൈഫ് എന്നായപ്പം ആദ്യത്തെ ദിവസം തന്നെ 20 ലക്ഷം കോപ്പി വിറ്റുപോയി. ഇത് തിരുത്തി ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് എന്നാക്കിയപ്പം 7 കൊല്ലമായിട്ട് 20 കോപ്പിയെ വിറ്റിട്ടുള്ളൂ. വേറെ വല്ലവരെയൊക്കെ മാറ്റാൻ നമുക്ക് വലിയ ആഗ്രഹമാണ്. But you shall be the wonder. നിന്നെയാണ് പരിശുദ്ധാത്മാവ് ഉന്നം വെച്ചിരിക്കുന്നത്. Glory to God. നിന്നെയാണ് മാറ്റി ദൈവമഹത്വത്തിനാക്കി മാറ്റാൻ പോകുന്നത്. Glory to God. Hallelujah. Glory to God. Praise the Lord. Hallelujah. നീ ഒരു മഹത്വമായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിറക്കിളായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ടറായി മാറുമ്പോൾ, നിൽക്കൂടെ വണ്ടേഴ്സ് സംഭവിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മഹത്വം വരുന്ന ആർക്കാന്നറിയാമോ? ആർക്കാ? ആ ദൈവത്തിന്റെ പേര് നോച്ചേ വിളിച്ചു പറഞ്ഞു, യേശുവിന്. Praise the Lord. Hallelujah. സോ അതിൻ്റെ സീക്രട്ട് എന്തുവാ? ഒരു വണ്ടറായി അല്ലെങ്കിൽ വണ്ടേഴ്സ് സംഭവിക്കാൻ. 1, യേശു കർത്താവായിട്ട് ഒരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവായിട്ട് ഒരു ബന്ധം വേണം. ഫിലിപ്പിയർ 3:10 പൗലോസ് 27 കൊല്ലം കർത്താവിൻ്റെ ഇടം നടന്നു കഴിഞ്ഞിട്ട് എഴുതുക, that I might know him. നമുക്കൊക്കെ അറിയാന്നുള്ളൊരു ചിന്തയാണ്. 27 കൊല്ലം യേശുവിൻ്റെ ഇവിടെ നടന്നിട്ട് പൗലോസ് ചെയ്തു, that I might know him better. അവനെ അറിയേണ്ടതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന്. Amen. That I may know him and the power of his resurrection and the fellowship of his suffering, being confirmed to his death. 27 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ എഴുതുക. പാസ്റ്ററാകാം, അപ്പോസ്തലനാകാം, പ്രവാചകനാകാം, പക്ഷേ each day you got to know him more and more. കർത്താവിനെ അറിയുന്തോറും അറിയത്തില്ല, എനിക്കറിയത്തില്ലെന്ന് തോന്നും. വീണ്ടും അറിയാനുള്ള ആഗ്രഹം തോന്നും. It is a sign
you are in the right path. God's grace is flowing into your life. ഞാൻ തികഞ്ഞവനാണ്, എനിക്ക് കർത്താവിനെ അറിയാം, അറിഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും അറിയാനില്ലെന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ അകത്ത് എവിടെയോ നീ അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ജെനുവിൻ ആയിട്ടുള്ളവന് എത്ര കൊല്ലം കഴിഞ്ഞാലും, എത്ര ആരാധിച്ചാലും, സ്തുതിച്ചാലും, വചനം വായിച്ചാലും, ഐ വാണ്ട് ടു നോ ഹിം ബെറ്റർ. എനിക്ക് വീണ്ടും യേശുവിനെ അറിയണം, 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 അറിയണം. വാ തുറന്ന് പറ, ഐ വാണ്ട് ടു നോ ജീസസ്, ഐ വാണ്ട് ടു നോ ഹിം മോർ ആൻഡ് മോർ. രണ്ട്, you gotta stay in that love relationship. You got to still keep loving him. Deuteronomy 6 verse 4. പണ്ട് ജോഷാച്ചൻ ധ്യാനത്തിന് പ്രസംഗിക്കുന്ന ഒരു വാക്യമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ആദ്യമേ കേൾക്കുന്നത്. Hear, O Israel, the Lord our God, the Lord is one. And you shall love the Lord your God with all your heart, with all your soul, and with all your strength. Hear, O Israel, the Lord thy God is one. Hear, O Israel, the Lord thy God is one God. Hallelujah, hallelujah. Hear, O Israel, the Lord thy God is one. one God. Hallelujah. And thou shalt love the Lord thy God with all thy heart, with all thy mind. Give the glory, King of glory, Lord. His praise is high. There is no other Savior, no other life redeemer. We give our all to praise him and lift our voice in declaration. Hear, O Israel, the Lord thy God is one God. Hallelujah, hallelujah. Hear, O Israel, the Lord thy God is one God. Hallelujah. And thou shalt love the Lord thy God with all thy heart, with all thy mind. Give the glory, King of glory, Lord. His ways still there is no other Savior, no other life redeemer. We give our all to praise him. And lift our voice in declaration. Hear, O Israel, the Lord thy God is one God. Hallelujah, hallelujah. Hear, O Israel, the Lord Thy God is one. hallelujah. Amen. Hallelujah. Praise the Lord. ആ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിലാക്കി ആക്കണം. നമ്മുടെ ദേവൻ, നമ്മുടെ ജീസസ്, our God is one, and you shall love him with all your heart. Glory to God. Amen. ഞാൻ എൻ്റെ വൈഫായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ വൈഫിന് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ അതിൻ്റെ പ്രൈസ് നോക്കിയല്ല, അതിൻ്റെ വില ഞാൻ നോക്കിയല്ല. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കും. Why do I do that? എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോഴും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന് വില ആദ്യമേ നോക്കിയല്ല, എന്നെ കൊണ്ട് പറ്റുന്നതാന്ന് തോന്നിയ വല്ല വിധത്തിലും ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അതുണ്ടാക്കി അത് കൊടുക്കും. എന്തുകൊണ്ടെന്നറിയാമോ? Because I love them. Why do I do that? Because I love them. Praise the Lord. അതുപോലെയാ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനല്ലേ പറഞ്ഞത്? Glory to God. നീ കർത്താവിനെ സ്നേഹിച്ച നിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നിയ അതൊരു അത്ഭുതമാണ് വേണ്ടതെങ്കിലും
നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി അത് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. നീ അവനെ സ്നേഹിച്ചാൽ, glory to God, hallelujah, you will experience his wonders in your life. Praise the Lord. Amen. ഒരു സ്തോത്രം പറ. Amen. ഒരു വണ്ടർ ചിലപ്പോൾ ഒരു ഓപ്പണിംഗ് ആയിരിക്കാം. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തുവൊക്കെ ഓപ്പണിങ്സ്, ചില കടകളുടെ ഓപ്പണിംഗ്, ചില ബിസിനസ്സുകളുടെ ഓപ്പണിംഗ്, ചില പുതു രാജ്യങ്ങളിലേക്കുള്ള ചില ഓപ്പണിംഗ്, ചില പ്രൊമോഷന്റെ വഴികളിലേക്കുള്ള ഓപ്പണിംഗ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിന്റെ അകത്ത്, ഈ ഒരു സീസണിന്റെ അകത്ത് ദൈവം ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ചില ഓപ്പണിങ്സ്, മിനിസ്ട്രിയുടെ ഓപ്പണിങ്സ്, ഗ്ലോറി ടു ഗോഡ്, ശുശ്രൂഷയുടെ തുറവികൾ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? രോഗത്തിന്റെ ഒരു എന്തുവാ, ഒരു റിപ്പോർട്ട് ഡോക്ടർ തന്നു, പക്ഷെ അതിന്റെ ഒരു സിംറ്റമോ ഒന്നും നിന്നിൽ കാണാനില്ല. നീ ഡിവൈൻ ഹെൽത്തിൽ ഇത് ദൂതായിട്ട് ഏറ്റെടുത്തോ. ചിലവരുടെ മേൽ ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് നോക്കണ്ട. യു ഷാൽ ബി എ വണ്ടർ. നീ ഒരു അത്ഭുതമാകുമെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെ വിധി എഴുതിയാലും, glory to God, hallelujah, ദൈവത്തിന്റെ വചനത്തിന്റെ ബലത്താൽ ഞാൻ പറയാണ്, നിന്റെ അകത്ത് സൂപ്പർ നാച്ചുറൽ ഹെൽത്ത് ആൻഡ് ഹോൾനെസ് യേശു മുഖാന്തരം നിന്റെ ലൈഫിൽ ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. Glory to God. ജീവനെ പൈസ കൊണ്ട് മേടിക്കാൻ പറ്റുമോ? ചോദിച്ചടുത്തിരിക്കുന്ന ജീവനെ പൈസ കൊണ്ട് മേടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ യു ആർ എ വണ്ടർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയാണ് അത്ഭുതം കാണുന്നത്? എക്സോഡസ് 14 verse 14. Obey the word of God. ദൈവം എന്തു പറയുന്നു അതനുസരിക്കുക. ചെങ്കടലിന് മുന്നിൽ വടി നീട്ടി പിടിക്കാൻ പറഞ്ഞു. നമ്മളിത് കേട്ടിരുന്നെങ്കിൽ വടി നീട്ടി പിടിക്കുവോ? പക്ഷെ മോശ വടി നീട്ടി പിടിച്ചു. ബാക്കി ചെയ്യേണ്ട ദൈവം ബാക്കി ചെയ്തു. ചെങ്കടലിനെ രണ്ടാക്കിയ ദൈവം. മറിയ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൃത്യന്മാരോട് പറഞ്ഞു, യേശു എന്തു പറയുന്നു കാനയിലെ കല്യാണത്തിന്? അത് ചെയ്യ, obey him. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, അത് വീഞ്ഞായി മാറി. അനുസരണത്തിന്റെ അകത്തുണ്ട് വണ്ടർ, അത്ഭുതം, ആശ്ചര്യം തോന്നുന്ന വിധത്തിൽ. Glory to God, glory to God, glory to God, glory to God, glory to God. യോർദൻ നദിയിൽ നീ 7 പ്രാവശ്യം മുങ്ങുക. Glory to God. നാമാനോടുള്ള ദൂതാണ്. ഓ, ഞങ്ങളുടെ ദേശത്ത് വേറെ നദികളുണ്ടല്ലോ, ഇതിലും വലിയ നദികളുണ്ടല്ലോ. അവിടെ പോരാ മോനെ, നീ ഇവിടെ തന്നെ മുങ്ങണം. ദൈവം എവിടെയെന്ന് പറഞ്ഞോ അവിടെ. നിന്റെ സൗഖ്യം അനുസരണത്തിന്റെ അകത്താണ്. Praise the Lord. Is this helping somebody this morning? You should desire in your heart to walk in his ways. കർത്താവിന്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കണം. സങ്കീർത്തനം 103:7 He made known his ways to Moses. അവൻ തന്റെ വഴികളെ മോശെയും
അവന്റെ വഴികളെ മോശയ്ക്കും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കൾക്കും കാണിച്ചു കൊടുത്തു. ആരിൽ കൂടെയാ വണ്ടേഴ്സ് ദൈവം ചെയ്തത്? മോശയിൽ കൂടെ. ആരത് കണ്ടു? ഇസ്രായേൽ കണ്ടു. മോശയിൽ കൂടെ ദൈവം ചെയ്യാൻ കാര്യം എന്താ? മോശ അന്വേഷിച്ചത് ദൈവത്തിന്റെ വഴികളാ. വഴികൾ. ബാക്കിയുള്ളവർക്ക് വഴികൾ അറിയണ്ട. ചെങ്കടലിൽ കിടന്നാ മതി, തേനും പാലും ഒഴുകുന്ന സ്ഥലത്ത് തന്നാ മതി, വിസ കിട്ടിയാ മതി, കൊച്ചിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാ മതി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ വേളാങ്കണ്ണിക്കാണെങ്കിലും പോകും. എന്നാൽ മോശ വഴികൾ, the way of salvation, രക്ഷയുടെ വഴി അറിയണം. യേശു ക്രിസ്തു മാത്രമാണ് എന്റെയും നിന്റെയും രക്ഷയ്ക്കായി ദൈവം തന്നിരിക്കുന്ന പാപത്തിന് പരിഹാരമായ യാഗം. വിശുദ്ധിയുടെ വഴി അറിയണം. There is a purity that God wants you to have. അത് അന്വേഷിക്കണം. കർത്താവ് വിശുദ്ധിയുടെ വഴി എന്നാണ്. താഴ്മയുടെ, ഹ്യൂമിലിറ്റിയുടെ വഴിയുണ്ട്. താഴ്മയുടെ. എന്നെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം കറക്റ്റ് ചെയ്ത ചില കാര്യങ്ങളാണ്. താഴ്മയുടെ വഴി. Pride and arrogance will never get you anywhere. Will never show signs and wonders. God can never do it if you are a proud person. പെട്ടെന്ന് ജോലി കിട്ടി, ശമ്പളം ഭയങ്കരമായിട്ട് കിട്ടി, പിന്നെ ആരെയും കൂസലില്ല. യു പ്രൗഡ്. യൂട്യൂബിൽ ഏതോ 2 മെസ്സേജ് കേട്ടു, പിന്നെ പോകുന്ന സഭയിലെ പാസ്റ്ററിനെക്കാട്ടും വലിയ ആളാ. യു പ്രൗഡ്. ഒരു പുതിയ വണ്ടി കിട്ടി, പിന്നെ എല്ലാരും ഇങ്ങനെ നോട്ടോ. ഇപ്പൊ നീ ആയിരിക്കും വീട്ടിൽ ശമ്പളം കൊണ്ടിരുന്നത്, ഭർത്താവായിരിക്കുകയല്ല. Now you want him to worship you. ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടക്കാവൂ. You're arrogant, proud. You have not known the way of humility. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ ചേർച്ചിൽ ഒരു അസോസിയേറ്റ് പാസ്റ്റർ വിളിച്ചു. അസോസിയേറ്റ് പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ഭാര്യ അടിച്ചു. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കിങ്ങനെ തികട്ടി കയറി വരുക. അവൾ എന്നെ അടിച്ച് ഞാൻ തികട്ടി കയറി വരുക. പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു തരാമോ? നീ അവൾ ആദ്യമേ പുറത്തു പോയി ഒരു കൊക്കക്കോള വല്ലതും പോയി കുടിക്കുക, മനസ്സൊന്ന് ശാന്തമാവുക, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരിക. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അടിച്ച ഭാര്യയുടെ മുന്നിൽ പോയിട്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ അടിക്കണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയോ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഭാര്യമാരാ കൈകൂട്ടുന്ന ആരോ കേൾപ്പിക്കാൻ വേണ്ടി കൊട്ടിയാന്ന് തോന്നുന്നു. ആരാ കൊട്ടിയത്? ചിലവർ കൊട്ടി അങ്ങോട്ട് കൈവച്ചോണ്ടാ കേക്ക്. അച്ഛാ ഇനിപ്പുറത്ത് ഇരിപ്പുണ്ടോ? പോയി ക്ഷമ ചോദിക്കണം. എന്നിട്ടും ക്ഷമിച്ചില്ലെങ്കിൽ നീ അവളുടെ മുന്നിൽ മുട്ടുമടക്കണം. എന്നിട്ട് പറയണം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് അങ്ങ് പോകും. കുറച്ചേം കഴിഞ്ഞപ്പം ഭാര്യയെ വിളിച്ചു, സീനിയർ പാസ്റ്ററെ,
ഞാൻ എൻ്റെ ഭർത്താവിനെ അടിച്ചു. പുള്ളിക്കാരൻ എന്തോ സംഭവിച്ചു. അടിച്ചിട്ട് തിരിച്ചടിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ വന്ന് എന്നോട് ക്ഷമ ചോദിച്ച് എൻ്റെ മുന്നിൽ മുട്ടുമടക്കി, പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്ക് പുള്ളിക്കാരനെ നഷ്ടപ്പെടാൻ പറ്റിയതാ. അപ്പോഴത്തെ ഒരു ദേശത്തിൽ പറ്റിയതാ. പാസ്റ്റർ പറഞ്ഞു, go to your wife, go to your husband and hug him. ഞാൻ പറഞ്ഞിട്ടാ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത്. പുള്ളിക്കാരൻ അതിന് പകരം, do you know who is the man of this house? ഇവിടുത്തെ അധികാരി ആരാന്നറിയാവോടി? വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? See, that is the path of pride. Are you with me? എന്നാൽ ക്രിസ്തുവിന്റെ path is the path of humility. Signs and wonders നിന്റെ കുടുംബ ജീവിതത്തിൽ കാണണമെങ്കിൽ glory to God. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മിക്കവാറും ഭാര്യമാർ ഈ മെസ്സേജ് ഭർത്താക്കന്മാരെ കേൾപ്പിക്കും. ഈ മെസ്സേജ് ഒത്തിരി ഫോർവേഡ് ചെയ്യും. കൃത്യം ഈ ഒരു സമയം കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യണം. വാക്ക് ഇൻ ലവ്. അടുത്തേക്ക് നടത്തുക. സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ. ആമേൻ. അടുത്തേക്ക് രണ്ടുപേരും തുറ. സ്നേഹത്തിൽ നടക്കണം. യോഹന്നാൻ 3:16. ജോൺ 3. എത്ര പേർക്ക് അറിയാം ആ വാക്യം? വാക്യം അറിയാവുന്നവർക്ക് ആ വാക്യം എത്ര പേർക്ക് അറിയത്തുള്ളൂ? അറിയാവുന്നവരൊന്ന് കൈ പൊക്കിക്കേ. എല്ലാവരുടെയും കൈ പൊങ്ങുന്നില്ലല്ലോ. John 3:16. God so that he gave his only begotten Son. Whosoever should believe. You believe that? You believe that? Amen. Okay. In you 1 John 3:16 എത്ര പേർക്ക് അറിയാം? John 3:16 അറിയാം. 1 John 3:16 കൂടെ നിങ്ങൾ ഹൃദയത്തിലാക്കണം. അതെന്തോ പറയുന്നത്? By this, മലയാളത്തിൽ വായിച്ചു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ശ്രദ്ധിച്ചോ? സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജോൺ 3:16 വിശ്വസിക്കുന്നുണ്ട്. ഇത് ശരി. കാത്രിൻ കുൾമൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദാസിയുണ്ട്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചാക്കുന്ന ഒരു സ്ത്രീയാണ് ആ ദൈവത്തിന്റെ അഭിഷിക്ത. എന്നാൽ പല പ്രാവശ്യം മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാത്രിൻ കുൾമൻ വുഡ് ബി സിറ്റിംഗ് ആൻഡ് ക്രൈങ്. കരയുക. 10 പേര് സൗഖ്യമാക്കി അല്ലെങ്കിൽ 100 പേര് സൗഖ്യമായി. But she's in the room crying and asking the Lord, Lord, why? കാത്തലിന്റെ കൂടെ ഉള്ളവർ പറയുന്നത്, she's asking the Lord, കർത്താവേ 100 പേരെ സൗഖ്യമാക്കി, എന്നാൽ അവിടെ വേറെ 10 പേരും കൂടെ സുഖമാകാതെ പോയാൽ ഇത് എന്തുകൊണ്ട് കർത്താവേ അവര് സൗഖ്യമാകാതെ പോയത്? ആ സ്നേഹമാണ്. Don't hug somebody if you're pulling them down. നിങ്ങൾ വേറൊരുത്തിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും പിന്നെ പോയിട്ട് ബ്രദറേ പ്രൈസ് ദി ലോർഡ് സിസ്റ്ററേ, never do that.
അത്ഭുതങ്ങൾ നടക്കുന്നത്, ഒരു സൈനും വണ്ടറുമായി മാറുന്നത് സ്നേഹത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ്. മനസ്സിലായവർ കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടു കാര്യൂടെ പറഞ്ഞ് ഇതൊക്കെ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. വചനം ഹൃദയത്തിലാക്കുക. പറ, വചനം ഹൃദയത്തിലാക്കുക. വിശ്വാസത്തിലുള്ള ഒരു ആശ്രയം യേശുവിൽ വെക്കുക. അവന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം പറയാത്തൊരു കാര്യം ദൈവം പറഞ്ഞെന്നും പറഞ്ഞ് പറയരുത്. Don't take the name of the Lord in vain. You won't see sign. ഈ ദൈവത്തെ പോട്ടെ, ചിലർ പാസ്റ്ററിന്റെ പേര് പറയും, പാസ്റ്റർ പറഞ്ഞു, നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. Praise the Lord. Amen. Don't cook up something to become a sign. ദൈവസ്വരം കേട്ടില്ലെങ്കിൽ കേട്ടില്ലെന്ന് പറയും. ദൈവസ്വരം കേട്ടില്ലെങ്കിൽ ദൈവം പറയുന്നു എന്ന് പറയരുത്. എനിക്ക് തോന്നുന്നു. ദൈവസ്വരം കേൾക്കുന്നുള്ളത് അങ്ങനെ പറയുന്നത് ഒരു സൈൻ ഓഫ് സ്പിരിച്വാലിറ്റി അല്ല. സൈൻ ഓഫ് സ്പിരിച്വാലിറ്റി ഷുവർ അല്ലെങ്കിൽ താഴ്മയോടെ പറയുന്നതാണ്. ദൈവസ്വരമാണെന്ന് അറിയത്തില്ല, എൻ്റെ അകത്ത് തോന്നി ഈ വഴിക്ക് പോകരുത് എന്ന് പറയുന്നതാണ് കൂടുതൽ ആത്മീയത്വം. Glory to God. Hallelujah. Look at somebody and say, നിങ്ങൾ ഒരു അത്ഭുതമാകും, ഒരു സൈനാകും, ഒരു വണ്ടർ ആകും. നിങ്ങൾക്കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. Glory to God. Hallelujah. Amen. അവസാനം ഒരു പോയിന്റ് പറയാൻ പോവാണ്. 80-ാം വയസ്സിലാണ് ദൈവസ്വരം മോശ കേട്ടത്. അന്നാണ് മോശ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. അത്ഭുതം നിങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങിയതും അത്ഭുത വിഷയമായതും അന്നാണ്. Look at somebody and say, it's never too late to hear God or to become a sign and a wonder. Glory to God. Amen. Praise the Lord. 80-ാം വയസ്സിൽ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ജോഷുവ വന്നിട്ട് മോശയോട് പറഞ്ഞു, ഇതെന്റെ കൂടാരത്തിൽ ഇല്ലാത്ത 70 പേരിൽ ഇല്ലാത്ത 2 എണ്ണം പുറത്ത് കിടന്ന് അവര് സഭയിൽ വരാത്തവരാ, യൂട്യൂബിൽ കൂടെ മാത്രം ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 2 എണ്ണം അവിടെ ഇരുന്ന് ഭയങ്കര പ്രവചനവും ശുശ്രൂഷ എന്ന് പറഞ്ഞു. മോശയ്ക്കറിയാം മോശയുടെ ലൈഫ് ചേഞ്ച് ആയത് ഗ്ലോറി ടു ഗോഡ് ദൈവസ്വരം കേട്ട് സൈനായി, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ലൈഫിൽ കൂടെ നടക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് മോശ പറഞ്ഞു, ദണ്ടേ അവരെ തടസ്സപ്പെടുത്തണ്ട, അവർ എവിടെ ഇരുന്ന് കർത്താവിനെ പ്രവചിക്കുവാണെങ്കിലും ശുശ്രൂഷിക്കുവാണെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ഇന്നു പകല് ഭൂതായിട്ട് നീ ഏറ്റെടുത്തോ. കൂടാരത്തിലുള്ളവർ മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേലും fire of the Holy Ghost, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് വന്നിട്ട് നീ ഒരു അടയാളവും അത്ഭുതവുമായി യേശുവിനെ ഉയർത്തുന്ന വ്യക്തിയാക്കി ദൈവം മാറ്റുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്തു. ഗ്ലോറി 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 ഗ്ലോറി. വാ തുറന്ന്, ഹൃദയം തുറന്ന്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്.